ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മുടെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോഴും നല്ല അടിപൊളി കിടുക്കാച്ചി ഒരു സിറമാണ് ഞാൻ ഉണ്ടാക്കിയത്. നമ്മുടെ മുഖത്ത് തന്നെ ഇരിപ്പോട്ട് കഴുകി കളഞ്ഞില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കഴുകി കളഞ്ഞില്ല. അത്രയ്ക്ക് നല്ല ഒരു അടിപൊളി കിടുക്കാച്ചി ഒരു സിറമാണ് ഞാൻ ഉണ്ടാക്കിയത്. നമുക്ക് കഴുകി കളയേണ്ട കാര്യമില്ല, ഇങ്ങനെ നമുക്കങ്ങ് വെച്ചേക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു സിറമാണ് നമ്മൾ ഉണ്ടാക്കി. ഇത് നമ്മൾ രാത്രിയിൽ മുഖത്ത് തേക്കണം കേട്ടോ. ഇതിപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. അപ്പോഴേ രാത്രിയിലാണ് ഇത് തേക്കേണ്ടത്. അത്രയ്ക്ക് നല്ല സൂപ്പർ എന്നേ ഞാൻ പറയത്തുള്ളൂ. 100-ൽ ഞാൻ 200 മാർക്ക് കൊടുക്കും. ഇതിന് അത്ര ഉള്ളതില്ലല്ലോ. പരീക്ഷയ്ക്ക് മാർക്കിടാൻ എന്നെ വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക് മാർക്ക്. അപ്പോൾ 100 ഉള്ളവർക്ക് 200 ഇട്ടുതരാം, 200 ഉള്ളവർക്ക് 300 ഇട്ടുതരാം. അങ്ങോട്ട് നമ്മൾ തേച്ചിട്ട് നിൽക്കുമ്പോൾ ഈച്ച വരെ തേനീച്ചയൊക്കെ നമ്മുടെ അടുത്ത് വരുമെന്ന് വെച്ചാൽ ഇതിനൊരു നല്ല മണമാണ് കേട്ടോ. ഈ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത സംഭവത്തിനൊക്കെ നല്ലൊരു മണമാണ്. അടിപൊളിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. വീണ്ടും ഞാൻ പറയുന്നത് ചെയ്ത് നോക്കണം. അടിച്ചികളും ഉണ്ട് മടിച്ചന്മാരും ഉണ്ട് ഇതിനകത്ത്. നാളെ മുതൽ കമ്പെടുത്തുകൊണ്ട് വന്ന് അടിക്കും കേട്ടോ. ഇപ്പോൾ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റൊക്കെ അറിയിക്കണം. ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാനിവിടെ കിടന്ന് തുള്ളിച്ചാടും. അത് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കാണിക്കാം. നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ സന്തോഷം ഒത്തിരി സന്തോഷമാകും അന്നേരം കേട്ടോ. അവിടെ എല്ലാവരും ചെയ്ത് നോക്കണം. കിടുക്കാച്ചി ഒരു ടിപ്പാണേ പറഞ്ഞു തരുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇങ്ങനെ വന്നത് നിങ്ങളെ ഞാൻ മുഖം കഴിയട്ടില്ലെന്ന് കാണിക്കാനായിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇന്ന് നമുക്ക് കഞ്ഞിവെള്ളം സിറം ഉണ്ടാക്കാം. അപ്പോൾ എന്നും രാവിലെ അല്ല ഉച്ച കഴിഞ്ഞൊക്കെ എല്ലാവരും എടുത്ത് കളയും. എന്നാലും അമ്മമാരത് സൂക്ഷിച്ച് വെച്ചേക്കെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിലും ഒക്കെ ഒഴിക്കാൻ. പിന്നെ പശുക്കളും ആടും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ അമ്മമാർ കരുതി വയ്ക്കും അല്ലേ. ഞാനും കരുതി വയ്ക്കും. എന്തിനാണെന്നറിയാമോ? അതേ ഈ കാർക്കൊണ്ടിൽ വളർത്താനും ഒക്കെ ഇപ്പം നമ്മൾ കരുതി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ആ കഞ്ഞിവെള്ളം എടുത്ത് ഒരു സിറം ഉണ്ടാക്കാം. ഒരു സിറവല്ല, സിറം ഉണ്ടാക്കാം കേട്ടോ. അപ്പോഴതിന് വേണ്ട സംഭവങ്ങളൊക്കെ കിടുക്കാഴ്ചയായിട്ട് ഞാൻ രാവിലെ എടുത്തു വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം വേണം, റോസ് വാട്ടർ വേണം, ഗ്ലിസറിൻ വേണം, കറ്റാർവാഴ ജെല്ല് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇതൊക്കെ കണ്ട് പേടിച്ചോടുമോ നിങ്ങൾ? പേടിച്ചോടത്തില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. പേടിച്ചോടുന്നവരെ ഞാൻ കെട്ടിയിടും. ഇവിടെ കയറൊക്കെ ഇരിക്കൊണ്ട് കെട്ടിയിടും. അതുകൊണ്ട് പേടിച്ചോടാതെ അവിടെ ഇരുന്ന് കണ്ടോണം കേട്ടോ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് സുപ്പ് എങ്ങനെ ഇതൊക്കെ വാരി പൂശുന്നതെന്ന് കണ്ടോണം അവിടെ ഇരുന്ന്. ഇന്നലെ എനിക്ക് അക്കിടി പറ്റിയത് വെള്ള ഒരു പാത്രമായിരുന്നു എടുത്ത്. ഇന്ന് നമുക്കിതിനകത്ത് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പോൾ നന്നായിട്ട് നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ഒരുകാലം കഞ്ഞിവെള്ളമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം മതി. അപ്പോൾ എൻ്റെ മുഖത്തും കഴുത്തിനും ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാം കുറച്ച്. എനിക്ക് പിന്നെ ഒരളവുണ്ട്. നമ്മൾ സ്ഥിരം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരളവുണ്ട്. അപ്പോഴത്ര ഏകദേശം സ്പൂണിലല്ല അളന്നത്, കുറച്ച്. എൻ്റെ ഈ സ്പൂണായി എപ്പോഴും കേട്ടോ. ഇതിനൊരു 1.5 സ്പൂൺ കാണും കേട്ടോ, ചെറിയ സ്പൂണാണ്. അപ്പോഴിനി നമുക്ക് കുറേശ്ശെ ഐറ്റങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കഞ്ഞിവെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് കറ്റാർവാഴയുടെ ജെല്ല് നമ്മൾ എടുത്തു. ഒരു 1/2 സ്പൂൺ കേട്ടോ, 1/2 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഗ്ലിസറിനാണ് വേണ്ടത് കേട്ടോ. ഗ്ലിസറിൻ വേണം. നിങ്ങൾ പേടിച്ചോടൽ ഇതൊക്കെ ഇതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാട്ടോ. നമുക്കിത് ചെയ്ത് വെച്ചേക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അപ്പോഴപ്പോഴും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾ 3 പേരും ഉണ്ടല്ലോ. മോനും ഞാനിതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിസറിനും അതേ പോകുന്നു. അപ്പോഴാ ഒരു ഇതിൽ തന്നെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടർ. നമ്മുടെ കിളിക്കൊച്ചുങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെമാർക്ക് ഞാൻ ഇതെല്ലാം പുരട്ടി കൊടുക്കും കേട്ടോ. അപ്പോഴെന്ത് ചെയ്യും, നമ്മുടെ റോസ് വാട്ടർ എടുത്തു. ഇനി നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ.
അതും അതേ ഒരളവിലെടുത്തു കേട്ടോ. ഇതിച്ച് പൊക്കിയൊക്കെ കാണിച്ചാൽ കളഞ്ഞു പോകും, തുള്ളി തുള്ളിയായിട്ട് പോയി. തന്നിട്ട് നമുക്ക് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ലൊരു പരുവാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മിക്സൊക്കെ ചെയ്യട്ടെ. നമ്മുടെ പൂച്ചക്കുഞ്ഞ് വിടങ്ങാണ്ടുണ്ട്, അവിടെ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നി. എനിക്കിനി പള്ളിയുടുപ്പും ടർക്കിയൊക്കെ വാങ്ങിച്ച് വയ്ക്കണം കേട്ടോ. അതോ ഇനി മീൻതല തിന്ന എൻ്റെ വയറാണോ എന്തോ എനിക്കറിയത്തില്ല. ഇപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ ഇതിനെപ്പറ്റി. ഞാനിപ്പോൾ മോളോട് പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ടർക്കിയും പള്ളയുടുപ്പും വാങ്ങിക്കാൻ പോകണമല്ലോ എന്ന് അവൾ ചിരിക്കുന്ന. അന്നേരം ഇവിടെ കണ്ടുണ്ടായിരുന്നു മീൻതലയൊക്കെ കഴിച്ചിട്ട് അവിടെ പോയി ചാച്ചി ഉറങ്ങിയെന്ന് തോന്നും. അപ്പോഴെന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇതിനോട് അങ്ങ് ചിലപ്പം സ്നേഹമുണ്ട്, സ്നേഹക്കുറവല്ല, ശല്യമൊന്നുമില്ല, പെരയ്ക്കകത്തൊന്നും കയറത്തില്ല. ഇതാ ഈ മതിലിൻ്റെ ഇവിടെ എല്ലാവരും പോയി കഴിയില്ല, അപ്പോൾ ഞാൻ മാത്രമാവില്ല അടുക്കളയിൽ. പക്ഷേ ഈ ഒരു പൂച്ചക്കുഞ്ഞ് എന്നെ നോക്കി ഇങ്ങനെ കിടക്കുന്നതാണ്. അവൾ മാത്രം എനിക്കായിട്ട് കാവലിന് ഇവിടെ കിടക്കത്തുള്ളൂ. ഞാൻ അപ്പോൾ വിചാരിക്കും ഇതിന് എന്നോട് സ്നേഹം കൊണ്ടാണോ എന്തോ, ഇനി അതോ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ നോക്കി കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് തോന്നുമോ ഇതൊക്കെ ഉള്ള എന്നോട് സ്നേഹം. ആ അടുക്കളയിലോട്ട് നോക്കി ഇങ്ങനെ അങ്ങ് കിടക്കും. ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് വരാം കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴാണ് ഇൻട്രോ പറയുമ്പോൾ ഒത്തിരി സമയം. അപ്പോഴിങ്ങനെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും, നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചില കമൻറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം വരും, ചില കമൻറ്റ് വരുമ്പോൾ നമുക്ക് സങ്കടവും വരും. പിന്നെ ചില കമൻറ്റ് നമുക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തൊരു മനുഷ്യരെന്ന്. അപ്പോഴങ്ങനെ ഒരു കമൻറ്റ് ഞാൻ എനിക്ക് വന്നതാണ് കേട്ടോ. അവിടെ എന്തോ ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു, ഏതോ കുശുമ്പ് കൂടെ ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ല. അവരാദ്യമായിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ വീഡിയോ കണ്ടത്. അപ്പോഴവർ കമൻറ്റിൽ അയച്ചേക്കാം നിങ്ങളെ ആദ്യം കാണുന്നവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുത്തതേ ഇല്ലെന്ന് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ എന്നെ കാണാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളിനി എൻ്റെ വീഡിയോ ഒന്നും കാണണ്ട കേട്ടോ. അപ്പോഴേ എൻ്റെ ആരെങ്കിലുമൊക്കെ എൻ്റെ സ്വന്തക്കാർ ഒരുപാടുണ്ട്. എനിക്ക് ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത കൂടെ പിറക്കാതെ പോയ ഒരുപാട് കൂടപ്പിറപ്പുകളുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണാൻ. ചിലപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇത് നല്ല ഇതായിട്ട് വന്നത് കണ്ടോ. നമ്മുടെ കൂടെ പിറക്കാതെ പോയ ഒരുപാട് കൂടപ്പിറപ്പുകളുണ്ട് എനിക്ക് സ്വന്തമായിട്ട് കേട്ടോ. സത്യം ഇപ്പം എന്താ ഇങ്ങനെ ഓരോ കമൻറ്റിൽ കൂടിയാണെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്താ സന്തോഷം എന്നറിയാമോ. അപ്പോഴും നമ്മളുടെ ഒന്നും പുഞ്ചിരിയൊന്നും അല്ല ചിലർക്ക്, നമ്മുടെ ഒന്നും സന്തോഷങ്ങളൊന്നും അല്ല ചിലർക്ക് ആവശ്യം. നമ്മളൊക്കെ കരയുന്നതും സങ്കടപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അവരെയൊക്കെ കാണാൻ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കാം അവർക്കൊക്കെ താല്പര്യമല്ലേ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ വന്ന് നമ്മുടെ അടുത്ത് പറയും. ഞാനാണെങ്കിൽ തന്നെ ആരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊള്ളത്തില്ലെന്ന് പറയാൻ നമ്മൾ. പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് ഓരോരുത്തർക്ക് എനിക്കൊന്നല്ല കേട്ടോ, എത്ര പേർക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ യൂട്യൂബ് അമ്മാവ ഞങ്ങളോടൊക്കെ ക്ഷമിച്ച് മാപ്പാക്കണേ യൂട്യൂബ് അമ്മാവ. ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ സംഭവം കിടുക്കാച്ച് കണ്ടോ കാണിക്കണ്ടേ. ഇവിടാണോ ഇവിടാണോ ക്യാമറ, കണ്ണും കാണാമോ എൻ്റെ ദൈവമേ. വീഡിയോ എടുക്കുക കണ്ണും എന്താ പിള്ളേരെ നിങ്ങൾ കണ്ടോ. കളയുന്ന കഞ്ഞിവെള്ളമാണ് ഈ സുപ്പ് ഇത്ര ആക്കിയത് കേട്ടോ. സുപ്പ് അതിബുദ്ധിശാലിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങളങ്ങോട്ട് ഉണ്ടാക്കി കളയണം. ഞാനിതൊക്കെ കാണിച്ച് തരുക, നിങ്ങളൊന്നും ചെയ്യത്തതുമില്ല. ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ല കേട്ടോ. ഇതിനി ഞാൻ എൻ്റെ അണ്ണനോട് പറയണം, രണ്ടാമത്തെ ടിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം. ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. പാപ്പ വെച്ചേക്കാം, എല്ലാം അടച്ചിങ്ങനെ വെച്ചേക്കണം. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അന്നേരം എല്ലാം ഇത് അടച്ചു വെച്ചേക്കണം കേട്ടോ. നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങോട്ട് മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് തേച്ച് കൊടുക്കാം. എനിക്കിത് സത്യം പറഞ്ഞത് കണ്ടിട്ട് വാരി തിന്നാൻ തോന്നുന്നു, അത്രയ്ക്ക് സൂപ്പർ കിടു. ഇതേ കണ്ടോ, ഇങ്ങനെ ആക്കി എടുക്കണം. നല്ലൊരു ഇതാണ് കേട്ടോ, നല്ല തണുപ്പ്. നമ്മളിങ്ങനെ ഇത് രാത്രി മാത്രമേ ചെയ്യാവൂ കേട്ടോ. രാത്രി ചെയ്യണം നിങ്ങൾ കേട്ടോ. രാത്രിയിൽ ഇതൊക്കെ തേച്ചുകൊണ്ട് ചേട്ടന്മാരുടെ അടുത്തോട്ട് ചെല്ലണം. അപ്പോഴെന്തുവാന്ന് ചോദിക്കുക, എന്താ നീ വാരി പൂശിയേക്കുന്നേന്ന് ചോദിക്കും. അപ്പോൾ പറയണം ഞങ്ങളുടെ സൂപ്പർ കാണിച്ചു വന്നതാ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് രാത്രിയിലൊക്കെ ഇങ്ങനെയൊക്കെ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് നിൽക്കണമെന്ന് സുപ്പ് പറഞ്ഞെന്ന് പറയണം കേട്ടോ. പറയൂ ഇങ്ങനെ അങ്ങോട്ടെ. എന്താ എനിക്ക് സത്യം പറഞ്ഞ തുള്ളി ചാടാനൊക്കെ തോന്നി. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതിൻ്റെ ആ വാസനയും എന്താ. നമ്മുടെ ചേട്ടന്മാരൊക്കെ നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുക അന്നേരം കേട്ടോ. ഇതൊക്കെ തേച്ചിട്ട് അടുത്തോട്ടൊക്കെ ചെന്ന് ചുമ്മാ നൈസിലൊന്ന് കറങ്ങി നോക്കാം നിങ്ങൾ. ഞാൻ എന്തൊക്കെ മരുന്നുകളാണെന്നറിയോ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത്. വെറുതെ ചുമ്മാതെ നമ്മളെ മൈൻഡ് പോലും ചെയ്യാത്ത
ചേട്ടന്മാരെ വശീകരിക്കാൻ ഇതൊക്കെയുള്ള പിള്ളേരെ. ഞാനീ പറയുന്ന ഈ കിടുക്കാച്ചി ഐറ്റങ്ങളൊക്കെ നിങ്ങളങ്ങോട്ട് ചെയ്ത് നോക്കിയിട്ട് അങ്ങോട്ട് അടുത്ത് ചെല്ലും. പിറ്റേന്ന് അന്നേരം നമ്മളെ കറങ്ങാൻ കൊണ്ടുപോകും കേട്ടോ. അപ്പോഴേ ഇതിപ്പോൾ ഫുള്ളേ ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മക്കൾക്കും കൂടെ ചെയ്തതാ. ഇന്നലത്തെ ആ പായ്ക്ക് ഞാൻ കുഞ്ഞുങ്ങൾക്കും കൂടെ കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് രാത്രിയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിതിപ്പോൾ നിങ്ങളെ ഇപ്പം പകൽ സമയത്ത് ഞാൻ കാണിച്ച് തന്നേ ഉള്ളൂ എൻ്റെ പൊന്നു കൂട്ടുകാരെ. നമ്മളിത് രാത്രിയല്ല ചെയ്യേണ്ടത് കേട്ടോ. രാത്രി നമ്മൾ ചാച്ചി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ചെയ്ത് വേണമെങ്കിൽ കഴുകി കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കഴുകി കളയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോഴിതങ്ങ് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നങ്ങ് ഇത് ഒരു വെള്ളം മാതിരി കേട്ടോ. ഒരു നമ്മുടെ അലോവേരയുടെ ആ ജെല്ല് മാതിരി തന്നെ കേട്ടോ ഇത് സംഭവം. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് സുപ്പിനോട് പറഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കയറി ഞാൻ എല്ലാവരുടെയും വീടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാവരെയും വന്ന് ഓടിച്ചിട്ടാണ് ഇത് ചെയ്തില്ലെങ്കിൽ. ഇത് അത്രയ്ക്ക് നല്ല കിടുക്കാഴ്ചയായിട്ട് പകലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്കും ഇഷ്ടംപോലെ ജോലിയുണ്ട് പിള്ളേരെ. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊക്കെ ചെയ്ത് കാണിക്കുന്നില്ലേ. ഒരു വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ട് കേട്ടോ. എന്തൊക്കെ ജോലികളുണ്ട്. ഇപ്പോൾ എനിക്ക് മോളും ഇവിടെ ഇല്ല. രാവിലെ പോയാൽ വൈകിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോഴും എനിക്ക് എന്തുമാത്രം പണിയുണ്ട്. എന്നിട്ട് ഞാനിതൊക്കെ നിങ്ങൾ ചെയ്ത് കാണിക്കുന്നില്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ സങ്കടം വരും എനിക്ക് കേട്ടോ. ഇതങ്ങോട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് മസാജ് ചെയ്യണം. എന്താ സുഖമെന്നറിയാം. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ഞാൻ മക്കളോട് പറയാം അമ്മ ഇങ്ങനെ ചെയ്ത് തരാമെന്ന്. പിന്നെ അമ്മ എന്തോ ബ്യൂട്ടീഷ്യനാണോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മോന് ചെയ്തൊക്കെ കൊടുക്കും. ഞാൻ മോക്കും ചെയ്ത് കൊടുക്കും. അവളും അന്നേരം അവരെ ഇങ്ങനെ ശ്രമിച്ചിങ്ങനെ ഇരിക്കുന്നതാണോ എന്താ സുഖമെന്നറിയാമോ. അപ്പോഴും എനിക്കും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒന്ന് ചെയ്ത് തന്നാലെന്നൊക്കെ ഞാൻ വെറുതെ എങ്കിലും ആഗ്രഹിച്ചു. പറഞ്ഞ് അവർ ചെയ്തു തരും. പക്ഷേ ഇതിപ്പോൾ ഞാനങ്ങ് വീഡിയോ എടുക്കുന്നുണ്ട് അവരെ കണ്ടു വന്ന് ചെയ്ത് തരും കേട്ടോ. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യണം ഇച്ചിരി നേരം കേട്ടോ. മസാജ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ നമുക്ക് കഴുകിക്കളയാം. അല്ലെങ്കിൽ അങ്ങനെ അതങ്ങിരുന്നോട്ടെ കേട്ടോ. ഒരു കുഴപ്പമില്ല. ഇതെന്താ രസമെന്ന് പറയാം. നല്ലൊരു തണുപ്പും. പിന്നെ ആണെങ്കിൽ ഈ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരെന്താ വെളിച്ചെണ്ണയുടെ ഇതൊക്കെയുള്ള അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് അഥവാ നിങ്ങൾ കഴുകി കളയുന്നെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയണം കേട്ടോ. അല്ലാത്തവർ സാധാ വെള്ളത്തിൽ കഴുകി കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി നമ്മുടെ കയ്യിലും കൂടെ തൂത്ത് കൊടുക്കാം കേട്ടോ. എവിടെ വേണേലും ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കയ്യെന്നല്ല മുഖത്തും ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം. നല്ലൊരു അടിപൊളി കിടുക്കാച്ചി സിറ കേട്ടോ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ തുടച്ച് മാറ്റുന്നൊന്നുമില്ല. ഇങ്ങനെ നേരെ അങ്ങിരിക്കട്ടെ എന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെ അങ്ങിരിക്കട്ടെ എന്ന് വിചാരിക്കട്ടെ. ഒന്നും നമുക്കറിയാനില്ല കേട്ടോ. അത്രയ്ക്ക് ഇത് അങ്ങ് ഒരു ഇതല്ലേ. അപ്പോഴെല്ലാവരും കഞ്ഞിവെള്ളം എടുത്ത് കളയാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണല്ലോ. അതുകൊണ്ട് ആരും പേടിച്ചൊന്നും പോകണ്ട കേട്ടോ. അതൊക്കെ നമ്മുടെ വീട്ടിലിപ്പോൾ എല്ലാവരുടെയും വീടുകളിലുണ്ട്. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഈ സിറം ചെയ്ത് നോക്കാത്തവരൊക്കെ മണ്ടന്മാരാന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനെ പറയിക്കരുത് സുബനെയും കൊണ്ട് കേട്ടോ. മിടുക്കികളാണെന്ന് പറയിക്കണം. മിടുക്കന്മാരും മിടുക്കികളാണെന്ന് പറയിക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കാനല്ലേ നമ്മളും ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോഴും നമ്മൾ നേരിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് ഒരു പേടിയോ ഭയമോ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മുഖത്തൊന്നും ഒന്നും പറ്റുന്നില്ല. പിന്നെ എന്തോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് ഇങ്ങനൊന്ന് വെറുതെ ഒന്ന് അലർജിയൊക്കെ ഉണ്ടോയെന്നോ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ എനിക്കിപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ഓരോന്നോ ഇതൊന്നും കുഴപ്പക്കാരാക്കുന്ന നമ്മുടെ സംഭവങ്ങളൊന്നുമല്ല കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ 10 പ്രാവശ്യമല്ല 100 പ്രാവശ്യമല്ല 1,900 എത്ര പിള്ളേരെ 1,900 പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് ചെയ്ത് നോക്കണമെന്ന് കേട്ടോ. അത്രയ്ക്ക് നല്ല കിടുക്കാച്ചി ഐറ്റമാണ്. എന്നിട്ട് ഇത്തിരി നേരം നിങ്ങളൊന്ന് മസാജ് ചെയ്തോണം കേട്ടോ. ഇങ്ങനെ മസാജ് ചെയ്യണം. മസാജ് ചെയ്ത് ഇത് അങ്ങനെ തന്നെ അങ്ങിരുന്നോളും കേട്ടോ.
അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തുടച്ച് മാറ്റാം. ഇച്ചിരി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകലല്ല രാത്രിയിലാണ് ചെയ്യേണ്ടത്. വീണ്ടും പറയുവാണ്, പകലല്ല രാത്രിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴേ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയും നേരം കാണിച്ചു കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ ഇനി തുടച്ചൊന്നും മാറ്റുന്നില്ല, ഞാനിങ്ങനെ അങ്ങ് നിൽക്കുക കേട്ടോ കേട്ടോ. അപ്പോഴും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോഴും നാളെ വന്ന് ഞാൻ ചോദിക്കുമ്പോഴും നിങ്ങൾ പറയണം, ചെയ്ത് നോക്കി സുപ്പു, ചെയ്ത് നോക്കിയെന്ന് നിങ്ങൾ പറയണം കേട്ടോ. അന്നേരം എനിക്ക് എന്തൊരു സന്തോഷമാവുമെന്ന് അറിയാമോ, എന്തൊരു സന്തോഷമാവുമെന്ന് അറിയാമോ കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയട്ടെ, കമൻറ്റൊക്കെ അറിയിക്കണം. ചെയ്ത് നോക്കി റിസൾട്ട് നല്ലതാണ്. എന്നും രാത്രി നമുക്ക് ചെയ്യാം കേട്ടോ. ഇന്ന് ഇച്ചിരി ഉണ്ടാക്കി നിങ്ങൾ വെച്ചിരുന്നാലും മതി, അല്ലെങ്കിൽ പിന്നെ അന്നേരം ആയാലും കുഴപ്പമില്ല. എന്താ രാവിലത്തെ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിരുന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോഴും നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായി വരാം. അപ്പോഴും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നല്ല വിശേഷങ്ങളും സന്തോഷങ്ങളും ദൈവം തരട്ടെ കേട്ടോ. അപ്പോൾ സുപ്പുന് ഇതൊക്കെയുള്ളൂ, പിന്നെ എന്താ പ്രാർത്ഥിക്കാനും ഒക്കെ കേട്ടോ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് തന്നെ നമുക്ക് നാളെ കാണാം.